Most welcome to the most wanted international news. ഇന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അവരെടുത്തു പറഞ്ഞിരിക്കുന്ന 3 രാജ്യങ്ങൾ, അതിൻ്റെ നേതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നരാധമന്മാർ, വേട്ടക്കാർ എന്നർത്ഥത്തിലാണ്. അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരെയാണ്. ഈ 3 പേരും നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും അവർ നേതൃത്വം കൊടുത്ത യുദ്ധങ്ങളുമാണ് ഇങ്ങനെ ഒരു പരാമർശത്തിന് കാരണമായിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. പലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ, ഉക്രൈനിൽ റഷ്യ നടത്തുന്ന മനുഷ്യക്കുരുതി, ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധം എന്നീ സംഭവങ്ങൾ എടുത്തു പറഞ്ഞാണ് ഈ ലോക നേതാക്കളെ വേട്ടക്കാർ അഥവാ നരാധമന്മാർ, മനുഷ്യക്കുരുതി നടത്തുന്നവർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ 3 രാജ്യങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളും മനുഷ്യക്കുരുതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫലസ്തീൻ അനുകൂല പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെയും റിപ്പോർട്ട് നിശിതമായി വിമർശിക്കുന്നുണ്ട്. അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നടത്തുന്ന ലിംഗവിവേചനം, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ല, പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകാൻ പാടില്ല, അങ്ങനെയുള്ള ലിംഗവിവേചനത്തെയും റിപ്പോർട്ടിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതുപോലെ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടത് 72,500 പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് റിപ്പോർട്ട് എടുത്ത് പറയുന്നു. ഇറാൻ ആക്രമണത്തിൽ 3000-ലധികം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു. ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2400 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഉക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ 15,000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിങ്ങനെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആംനസ്റ്റി അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ശക്തരായ രാജ്യങ്ങൾ, ലോകത്തെ മേജർ പവേഴ്സ് എന്ന് വിളിക്കുന്ന ഈ രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചാൽ അത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഒരു തെറ്റായ സന്ദേശവും മാതൃകയാണ് പകർന്നു നൽകുക എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ആഗോളതലത്തിൽ സ്വേച്ഛാധിപത്യം വളരുന്നതിനും മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്നും ആംനസ്റ്റി അതിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നൽകിയ കേസും ന്യൂജൻ പ്രക്ഷോഭങ്ങളും, ജൻസി പ്രക്ഷോഭങ്ങൾ എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങളെയും പ്രതിഷേധങ്ങളെയും ശുഭപ്രതീക്ഷ നൽകുന്നതായിട്ടാണ് റിപ്പോർട്ട് എടുത്തു പറയുന്നത്. അതുപോലെ ജർമ്മനി ഇസ്രായേലിനുള്ള ആയുധ ശേഖരണ ലൈസൻസ് പുതുക്കി നൽകാത്തതും അഥവാ റദ്ദാക്കിയതും ശുഭസൂചകമായിട്ട് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട്.
ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബൊളീവിയ, കൊളംബിയ, ക്യൂബ, ഹോണ്ടറസ്, മലേഷ്യ, നമീബിയ, സെനഗൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെ റിപ്പോർട്ടിൽ പ്രത്യേകം പ്രശംസിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് എല്ലാ ഇടത്തും നടക്കുന്ന ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് 144 രാജ്യങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെയും മനുഷ്യ കുരുതിയെയും കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആംനസ്റ്റി എല്ലാ വർഷവും പുറത്തുവിടാറുണ്ട്. അത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാത്തരം വിവേചനങ്ങളും, സാമ്പത്തികവും സാമൂഹ്യവും ലിംഗപരവുമായ വിവേചനങ്ങൾ എല്ലാം എടുത്തു പറയുന്ന തരത്തിലുള്ള 406 പേജ് വരുന്നതാണ് ആംനസ്റ്റിയുടെ വാർഷിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ നിർമ്മിത ബുദ്ധി ലോകത്ത് മനുഷ്യൻ്റെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ അത് ദുർവിനിയോഗം ചെയ്യുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പരിധിയിൽ വരുന്നതായിട്ടും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ആംനസ്റ്റി എല്ലാ വർഷവും പുറത്തിറക്കുന്നത്. അത് ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. ഏതാണ്ട് 10 മില്യൺ അംഗങ്ങൾ ഉള്ള ഒരു സംഘടനയാണ്, ഒരു NGO ആണ് ഈ ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അതിൻ്റെ ആസ്ഥാനം ലണ്ടനാണ്. അവർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾക്കും അവരുടെ പഠനങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ലോകവും ലോക നേതാക്കളും ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര വിദഗ്ധരുമൊക്കെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 3 നേതാക്കന്മാരെ വേട്ടക്കാർ എന്നാണ് ആംനസ്റ്റി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു, വ്ളാഡിമിർ പുടിൻ. അതിൻ്റെ കാരണങ്ങൾ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ലഘുവായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലോകത്താകെ ഇനി വരും നാളുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഇത്തവണ ഇൻ്റർനാഷണൽ ന്യൂസിൽ അക്കാര്യം ചേർത്തത്. ഇനി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.